മിക്ക ആളുകളും പറയുന്നത് അവർക്ക് ധനികരാകണം എന്നാണ്. എന്നാൽ അവരുടെ ജീവിതം നിശബ്ദമായി ഒന്ന് നിരീക്ഷിച്ചാൽ വിചിത്രമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ പ്രവൃത്തികൾ മറ്റെല്ലാവരുടേതും പോലെ തന്നെയാണ്. എല്ലാവരും ഉണരുമ്പോൾ അവർ ഉണരുന്നു. എല്ലാവരും സഞ്ചരിക്കുന്ന അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നു. എല്ലാവരും ചിന്തിക്കുന്ന അതേ കാര്യങ്ങൾ ചിന്തിക്കുന്നു. എല്ലാവരും പിന്തുടരുന്ന അതേ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നു. എന്നിട്ട് അവർ അത്ഭുതപ്പെടും എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടേതിന് സമാനമായിരിക്കുന്നതെന്ന്. സത്യം ലളിതമാണ്, എന്നാൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. മറ്റെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നതെങ്കിൽ മറ്റെല്ലാവർക്കും ലഭിക്കുന്നത് മാത്രമേ നിങ്ങൾക്കും ലഭിക്കൂ. സാധാരണമായ പരിശ്രമം സാധാരണ ഫലങ്ങൾ മാത്രമേ നൽകൂ. ശരാശരി ചിന്തകൾ ശരാശരി വരുമാനം മാത്രമേ ഉണ്ടാക്കൂ. അതുപോലെ ശരാശരി ജീവിത രീതികൾ ഒരിക്കലും അസാധാരണമായ സമ്പത്ത് സൃഷ്ടിക്കില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ജനക്കൂട്ടം ഒരു ദിശയിലേക്ക് നീങ്ങുമ്പോൾ അതിനർത്ഥം അവിടെയുണ്ടായിരുന്ന അവസരം ഇതിനകം കഴിഞ്ഞുപോയി എന്നാണ്. ഒരു കാര്യം ജനപ്രിയവും ലാഭകരവും സുരക്ഷിതവുമാകുമ്പോഴേക്കും ദശലക്ഷക്കണക്കിന് ആളുകൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും പ്രതിഫലവും ആ ദശലക്ഷങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടും. ഈ വിഷയം കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കൂടുതൽ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതൊരു വലിയ പ്രചോദനമാകും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ജനക്കൂട്ടം നിൽക്കുന്നിടത്ത് സമ്പത്തുണ്ടാകുന്നത് വളരെ അപൂർവമാണ്. ആളുകൾ പോകാൻ ഭയക്കുന്നിടത്താണ് അത് സാധാരണയായി ഒളിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്പന്നനായ ഏതൊരു വ്യക്തിയെയും നോക്കുക. അവർ കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല ചെയ്തത്, അവർ വ്യത്യസ്തമായി ചിന്തിച്ചു. മറ്റുള്ളവർ സുഖസൗകര്യങ്ങൾ തേടിയപ്പോൾ അവർ അനിശ്ചിതത്വങ്ങളെ നേരിടാൻ തയ്യാറായി. മറ്റുള്ളവർ ട്രെൻഡുകൾ അനുകരിച്ചപ്പോൾ അവർ അവ സൃഷ്ടിച്ചു. മറ്റുള്ളവർ അനുമതിക്കായി കാത്തിരുന്നപ്പോൾ അവർ പ്രവർത്തിച്ചു. ജനക്കൂട്ടത്തിന് സുരക്ഷിതത്വം വലിയ ഇഷ്ടമാണ്. എന്നാൽ സുരക്ഷിതത്വം പലപ്പോഴും അദൃശ്യമായ ചങ്ങലകളുമായാണ് വരുന്നത്. പരിചിതമായ ദിനചര്യകളിൽ തുടരാനും അപകട സാധ്യതകൾ ഒഴിവാക്കാനും വിമർശനങ്ങൾ ഒഴിവാക്കാനും വേറിട്ടു നിൽക്കുന്നത് ഒഴിവാക്കാനും അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ പ്രതീക്ഷകളാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ജീവിതം നാം ജീവിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കംഫർട്ട് സോണുകൾക്കുള്ളിൽ സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ്. വ്യത്യസ്തരാകാൻ ധൈര്യപ്പെടുന്നിടത്താണ് അത് വളരുന്നത്. ഇന്നത്തെ ഇൻ്റർനെറ്റിനെ കുറിച്ച് ചിന്തിക്കുക. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കണ്ടന്റ് കാണുന്നുണ്ട്. എന്നാൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് അത് സൃഷ്ടിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമാണ് അതിലൂടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നുള്ളൂ. ഭൂരിഭാഗം ആളുകളും അവസരങ്ങൾ വിനോദം പോലെ കടന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ചിലർ നിശബ്ദമായി ആ അവസരങ്ങളെ വരുമാനമാക്കി മാറ്റുന്നു. സ്വഭാവത്തിലുള്ള ഈ വ്യത്യാസമാണ് ഉപഭോക്താക്കളെയും സൃഷ്ടാക്കളെയും വേർതിരിക്കുന്നത്. ഉപഭോക്താക്കൾ ജനക്കൂട്ടത്തെ പിന്തുടരുന്നു. സൃഷ്ടാക്കൾ അവരുടെ പാത നിർമ്മിക്കുന്നു. നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം കൗതുകകരമായ ഒരു കാര്യം സംഭവിക്കും. ആദ്യം ആളുകൾ നിങ്ങളെ സംശയിക്കും. ചിലർ ചിരിക്കും. ചിലർ ഇത് അപ്രായോഗികമാണെന്ന് പറയും. നിങ്ങളുടെ ആശയം മോശമായതുകൊണ്ടല്ല, മറിച്ച് അവർ ശീലിച്ച പാറ്റേണുകൾക്കുള്ളിൽ അത് ഒതുങ്ങാത്തതുകൊണ്ടാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക. മനസ്സിലാക്കാത്തതിനെയാണ് ജനക്കൂട്ടം വിമർശിക്കുന്നത്. ഒരു കാലത്ത് വിചിത്രമായി തോന്നിയ ആശയങ്ങളാണ് പലപ്പോഴും എല്ലാം മാറ്റിമറിച്ചതെന്ന് ചരിത്രം ആവർത്തിച്ച് കാണിക്കുന്നു. സമ്പത്തിൽ ഉണ്ടായ ഓരോ വലിയ മുന്നേറ്റവും തുടങ്ങിയത് മറ്റെല്ലാവരെയും അനുകരിക്കാൻ വിസമ്മതിച്ച ഒരാളിൽ നിന്നാണ്. അതെ, ലോകത്തെ നോക്കി വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ച ഒരാളിൽ നിന്ന്. യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യം പരീക്ഷിക്കാൻ തയ്യാറായ ഒരാളിൽ നിന്ന്. അതാണ് വേറിട്ട് നിൽക്കുന്നതിനുള്ള വില. നിങ്ങൾ അനിശ്ചിതത്വം അംഗീകരിക്കണം. തെറ്റുകൾ സംഭവിക്കാമെന്ന് അംഗീകരിക്കണം. നിങ്ങളുടെ യാത്ര എല്ലാവർക്കും മനസ്സിലാകില്ല എന്നതും നിങ്ങൾ അംഗീകരിക്കണം. എന്നാൽ ഈ ധൈര്യത്തിന് ഒരു പ്രതിഫലമുണ്ട്.
നിങ്ങൾ ജനക്കൂട്ടത്തെ പിന്തുടരുന്നത് നിർത്തുമ്പോൾ കൃത്യമായി അതേ കാര്യം ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുമായുള്ള നിങ്ങളുടെ മത്സരം അവസാനിക്കുന്നു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം പോകാൻ ധൈര്യപ്പെടുന്ന ഇടങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ആ ഇടങ്ങളിൽ അവസരങ്ങൾ ഇരട്ടിയാക്കുന്നു. ലക്ഷ്യം വെറുതെ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രം അശ്രദ്ധമായിരിക്കുകയോ വ്യത്യസ്തനാകുകയോ അല്ല. സ്വതന്ത്രമായി ചിന്തിക്കുക എന്നതാണ് ലക്ഷ്യം. പൊതുവായ പാതകളെ ചോദ്യം ചെയ്യുക. എല്ലാവരും ഓടുന്ന ദിശ നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതത്തിലേക്കാണോ നയിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. കാരണം കണ്ണിൽ കാണുന്ന വിജയത്തെ അനുകരിച്ചല്ല സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. അദൃശ്യമായ സാധ്യതകൾ കാണുന്നതിലൂടെയാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത്. എല്ലാവരും കണ്ടന്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാവരും ട്രെൻഡുകൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും തികഞ്ഞ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ അപൂർണതയോടെയാണെങ്കിലും നിങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ വഴി ജനക്കൂട്ടത്തിൻ്റെ വഴി പോലെ ആയിരിക്കണമെന്നില്ല. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ ജനക്കൂട്ടം പോകുന്ന അതേ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ ഇതിനകം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം. ആ ലക്ഷ്യസ്ഥാനം സാധാരണയായി വളരെ ശരാശരിയായിരിക്കും. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മാറാത്തതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ശരിക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ടോ? അതോ വ്യത്യസ്തമായ ഒരു ഫലം പ്രതീക്ഷിച്ച് ജനക്കൂട്ടത്തോടൊപ്പം നീങ്ങുകയാണോ? കാരണം സത്യം വളരെ ലളിതമാണ്. സാധാരണമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും അസാധാരണമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയില്ല.